ഹായ് ഓൾ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സീറോ ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള എക്സ്പ്രഷൻ, ഹാഫ് ലൈഫിന്റെ എക്സ്പ്രഷൻ, അതുപോലെ 3 ഗ്രാഫും പറഞ്ഞിരുന്നു സീറോ ഓർഡർ റിയാക്ഷന്റെ ലാസ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് അതുപോലെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ആണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ എക്സ്പ്രഷൻ ഫോർ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കേസിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ മോഡൽ തന്നെയാണ് കേട്ടോ. അതായത് എ എന്ന റിയാക്ടന്റ് ഗിവ്സ് പ്രോഡക്ട്സ്. ഓക്കെ, ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. സോ അതിന്റെ റേറ്റ് എന്തായിരിക്കും? റേറ്റ് എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു മൈനസ് ഡി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ഡി ടി അല്ലെ. അതായത് റേറ്റിൽ നമ്മൾ എന്താ പറയാ, ഡിക്രീസ് കാണിക്കും. നമ്മള് റിയാക്ടന്റിന്റെ ടേമിലാണ് നമ്മൾ റേറ്റിനെ പറയുന്നതെങ്കിൽ അവിടെ ഒരു ഡിക്രീസ് കാണിക്കാൻ നെഗറ്റീവ് സൈൻ ഇടും. സോ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് കാണിക്കാൻ വേണ്ടി ഡി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ഡി ടി എന്ന് പറയും. ഓക്കെ, സോ റേറ്റ് ലോ എക്സ്പ്രഷൻ പ്രകാരം റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ അല്ലെ. അതായത് ഇവിടെ ഒരു റിയാക്ടന്റ് മാത്രമേ ഉള്ളൂ. സോ കോൺസെൻട്രേഷൻ ഓഫ് എ. ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ പവർ എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലെ. അപ്പൊ 1 എന്ന് നമുക്ക് എഴുതണമെങ്കിൽ എഴുതാം, എഴുതിയിട്ടില്ലെങ്കിലും എന്താണ് അതിന്റെ മീനിങ്? അവിടെ 1 തന്നെയാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. കഴിഞ്ഞ സീറോ ഓർഡർ റിയാക്ഷന്റെ കേസിൽ നമ്മൾ ഇവിടെ 0 എന്നാണ് എഴുതിയിരുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാണ്? നമ്മൾ സീറോ ഓർഡറിന്റെ കേസ് പറയുന്നത് കൊണ്ടാണ്. ഇവിടെ ഫസ്റ്റ് ഓർഡർ ആണ്. ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഓൾറെഡി. എന്താണ്? നമ്മുടെ റേറ്റ് ലോ എക്സ്പ്രഷന്റെ കോൺസെൻട്രേഷൻ ടേമിന്റെ പവർ എന്താണോ അതാണ് ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇപ്പൊ 2 ടേംസ് ഉണ്ടെങ്കിൽ അതിന്റെ സം എടുക്കും. ഇപ്പൊ ഒത്തിരി ടേമേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയതുകൊണ്ടാണ് ഇവിടെ 1 എന്ന് കൊടുത്തത്. 1 എന്ന് എഴുതിയാലും എഴുതിയിട്ടില്ലെങ്കിലും സെയിം തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് ഇത് ഇങ്ങനെ എഴുതാൻ കഴിയും. ഇനി ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേപോലെ. ഓക്കെ, സോ മൈനസ് ഡി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ ഈ കോൺസെൻട്രേഷൻ ഓഫ് എനെ ഇങ്ങോട്ടേക്ക് എടുക്കാം. അതായത് സിമിലർ ടേംസിനെ ഒരേ സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുക? ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുക അല്ലെ. സോ വിച്ച് ഇസ് ഈക്വൽ ടു കെ ഡി ടി എന്ന് കിട്ടും. ഓക്കെ, സോ ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ഇന്റഗ്രൽ ഡി ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ വിച്ച് ഇസ് ഈക്വൽ ടു കെ ഇന്റഗ്രൽ ഡി ടി എന്ന് കിട്ടും അല്ലെ. കെ കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തേക്ക് കിട്ടും. സോ 1 ബൈ എ ഡി എ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? നാച്ചുറൽ ലോഗ് എ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നാച്ചുറൽ ലോഗ് എ. ഓക്കെ, സോ നാച്ചുറൽ ലോഗ് എ, ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്, അപ്പൊ മൈനസ് ഇടാം. നാച്ചുറൽ ലോഗ് എ ഈക്വൽ ടു എന്താണ്? കെ ഇന്റഗ്രൽ ഡി ടി എ നമ്മൾ എന്ത് പറയും? ടി എന്ന് പറയും അല്ലെ. ഇന്റഗ്രൽ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടി പ്ലസ് സി, അതായത് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്കറിയാം 1 ബൈ എ ഡി എ ഇന്റഗ്രേറ്റ് ചെയ്താൽ ലോഗ് എ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇനി നമുക്ക് നമ്മുടെ കണ്ടീഷൻ കൊടുക്കാം. എന്തായിരുന്നു കണ്ടീഷൻ? കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേപോലെ അറ്റ് ടി ഈക്വൽ ടു 0 കോൺസെൻട്രേഷൻ ഓഫ് എ എന്തായി മാറും? കോൺസെൻട്രേഷൻ ഓഫ് എ 0 ആയി മാറും. എ 0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അപ്പോ ടൈം 0 സെക്കൻഡ് ആവുന്ന സമയത്ത് ഈ റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, അതായത് എ 0 ആണ്. സോ ഈ കണ്ടീഷൻ നമുക്ക് ഈ ഇക്വേഷൻ 1 ഇതിൽ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ 1 ഈ കണ്ടീഷൻ കൊടുക്കുക. ഓക്കെ, നെക്സ്റ്റ് കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തായി മാറും? മൈനസ് ലോഗ് എക്ക് പകരം അവിടെ എന്തായി മാറും? എ 0 ആയി മാറും. കെ ടി എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ടൈം. ഓക്കെ, ടൈം 0 ആയതുകൊണ്ട് തന്നെ ഇത് 0 ആയിരിക്കും. 0 പ്ലസ് സി എന്ന് കിട്ടും. സോ നമുക്ക് സിന്റെ വാല്യൂ എത്ര കിട്ടി? മൈനസ് ലോഗ് എ 0 എന്ന് കിട്ടി. ഓക്കെ, നമുക്കിത് ഫാസ്റ്റ് ആയി ചെയ്തു പോയിക്കൂടെ? കാരണം നമ്മള് സീറോ ഓർഡർ റിയാക്ഷന്റെ കേസിൽ ഇതുപോലെ പറഞ്ഞേ ഈ ഒരു കണ്ടീഷൻ കൊടുക്കുക. അപ്പൊ ടൈം ഇവിടെ 0 കൊടുക്കുക ഇക്വേഷൻ 1. ഓക്കെ, അപ്പൊ ഈ ടേം അങ്ങനെ തന്നെ 0 ആയി മാറി. അപ്പൊ നമുക്ക് ഇന്റഗ്രേഷൻ കോൺസ്റ്റന്റ് മൈനസ് ലോഗ് എ 0 എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഈ സിന്റെ വാല്യൂ ഈ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇക്വേഷൻ 1 ബിക്കംസ് എന്തായി മാറും? മൈനസ് ലോഗ് എ ഈക്വൽ ടു കെ ടി മൈനസ് ലോഗ് എ 0 എന്ന് കിട്ടും അല്ലെ. എന്തുകൊണ്ടാണ്? ഈ സിക്ക് പകരം നമ്മൾ എന്താ ചെയ്തേ? മൈനസ് ലോഗ് എ 0 കൊടുക്കുകയാണ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് അപ്പൊ ഇത് എന്തായി മാറും? മൈനസ് ലോഗ് എ പ്ലസ് ലോഗ് എ 0, അതായത് ഇതിനെ ഇങ്ങോട്ടേക്ക് എടുത്തു. ലോഗ് എ 0 ഇങ്ങോട്ടേക്ക് എടുത്തു. ഇറ്റ് ഈസ് ഈക്വൽ ടു കെ ടി എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ കേക്കുള്ള ഇക്വേഷൻ ആണ് നമുക്ക് കാണുന്നത്. റേറ്റ് കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ നമുക്ക് ആദ്യം കാണേണ്ടത്. അപ്പൊ കെ ഈക്വൽ ടു എന്തായി മാറും? 1 ബൈ ടി നാച്ചുറൽ ലോഗ്
A0 മൈനസ് നാച്ചുറൽ ലോഗ് എ എന്നായി മാറും അല്ലെ. ഇങ്ങനെ കിട്ടില്ലേ? അതായത് ലോഗ് A0 മൈനസ് ലോഗ് എ എന്ന് കിട്ടും. ഓക്കെ, അതായത് കെ അവിടെ വെക്കുക, ബാക്കിയുള്ള ടേമിനൊക്കെ ഇങ്ങോട്ടേക്ക് എടുത്തു, ടി ടെമ്പറേച്ചർ ഇങ്ങോട്ടേക്ക് എടുത്തു. ഓക്കെ, അപ്പൊ ഇതുപോലെ കിട്ടും. സോ ഇത് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എങ്ങനെ എഴുതാൻ പറ്റും? കെ ഈസ് ഈക്വൽ ടു 1/t into log of a concentration of A0 divided by concentration of A എന്ന് എഴുതാൻ പറ്റും അല്ലെ. 1/t natural log of concentration of A0 divided by concentration of A അല്ലെ. log x minus log y നമുക്ക് എങ്ങനെ എഴുതാം? log of x divided by y എന്ന് എഴുതിക്കൂടെ? അതേപോലെയാണ് ഇപ്പൊ എഴുതിയിട്ടുള്ളത് കേട്ടാ. അപ്പൊ k equal to 1/t natural log A0 divided by A. ഇതാണ് നമ്മുടെ റേറ്റ് കോൺസ്റ്റന്റിന്റെ എക്സ്പ്രഷൻ ഫസ്റ്റ് ഓർഡറിന്റെ കേസിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ എല്ലാ സീറോ ഓർഡറിന്റെ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചില്ലേ, അതുപോലെ ഫസ്റ്റ് ഓർഡറിന്റെ എക്സ്പ്രഷൻ നമ്മൾ പഠിക്കണം. ഓക്കെ, 1/t നാച്ചുറൽ ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് A0 ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A അതുവരെ എഴുതി വെക്കുക. ഓക്കെ, സെയിം ഇന്നലെ ചെയ്ത അതേ മെത്തേഡ് വഴിയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, മാറ്റങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഞാൻ ഈ സൈഡ് മായിച്ചിട്ട് ബാക്കി പറയാൻ പോവാന്ന്. ഓക്കെ, അപ്പൊ കെന്റെ വാല്യൂ നമുക്ക് ഇപ്പൊ നാച്ചുറൽ ലോഗിലല്ലേ കിട്ടിയേ, നമുക്ക് മറ്റേ ലോഗരിതത്തിലേക്ക് മാറ്റിക്കൂടെ? ഓക്കെ, സോ കെ ഈക്വൽ ടു എന്തായാലും നമുക്ക് കിട്ടിയിട്ടുള്ളത് 1/t നാച്ചുറൽ ലോഗ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് A0 ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A. ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടില്ല അല്ലെ. ഇത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നാച്ചുറൽ ലോഗിലേക്ക് മാറ്റാൻ. എങ്ങനെയാ? 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ 2.303 ഡിവൈഡ് ബൈ t ലോഗ്, അതായത് നാച്ചുറൽ ലോഗിനെ മറ്റേ ലോഗരിതം ഇല്ലേ ബേസ് 10ലേക്ക് മാറ്റുവാണ് ചെയ്യുന്നത് കേട്ടാ. അപ്പൊ 2.303 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ നാച്ചുറൽ ലോഗ് മാറി ഈ ലോഗരിതമായി മാറും. സോ ലോഗ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് A0 ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് A. A0 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. A എന്ന് പറയുന്നത് അത് പർട്ടിക്കുലർ ടൈമിലുള്ള കോൺസെൻട്രേഷൻ. ഓക്കെ, സോ കെന്റെ വാല്യൂ നമുക്ക് കിട്ടും. ഈ രണ്ട് എക്സ്പ്രഷൻസ് രണ്ടും ഒന്ന് തന്നെയാണ്. ഒന്ന് നാച്ചുറൽ ലോഗിലും മറ്റേത് ബേസ് 10 ആയിട്ടുള്ള ലോഗിലുമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് എന്തായാലും 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിൽ ചെയ്യേണ്ടി വരും. ഇനി നെക്സ്റ്റ്, ഇഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഈസ് A ആണെന്ന് വിചാരിക്കുക, സ്മോൾ ലെറ്റർ A. ഓക്കെ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ A ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ്? ആഫ്റ്റർ എ പർട്ടിക്കുലർ ടൈം t, അതായത് ഒരു നിശ്ചിത സമയത്തിന് ശേഷം, ഒരു പർട്ടിക്കുലർ സമയത്തിന് ശേഷം ആ റിയാക്ഷൻ നടന്നിട്ടുണ്ടാവുമല്ലോ. ഇനീഷ്യലി A ഉണ്ടെങ്കിൽ അതെന്തായി മാറും? അറ്റ് പർട്ടിക്കുലർ ടൈം t അതെന്തായി മാറും? A മൈനസ് എക്സ് ആയിട്ട് മാറും അല്ലെ. അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ നിന്ന് ഒരു പർട്ടിക്കുലർ എമൗണ്ട് ലോസ് ആയിട്ടുണ്ടാവും, നഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ അല്ലെ. മീൻസ് A0ക്ക് പകരം നമുക്ക് A കൊടുക്കാമെന്നാണ് പറഞ്ഞു വരുന്നത്. അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷനാണ് നമ്മൾ A0 എന്ന് പറഞ്ഞത്. ഇപ്പൊ A0 നമുക്ക് പറയാം സ്മോൾ ലെറ്റർ A ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിന് ശേഷം, അതായത് കോൺസെൻട്രേഷൻ ഓഫ് A എന്ന് പറയുന്നത് എന്തായിരിക്കും? A മൈനസ് എക്സ് ആയിരിക്കും. അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ നിന്ന് ഒരു നിശ്ചിത എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? കുറവായിട്ടുണ്ടാവും. കാരണം റിയാക്ട് ചെയ്തിട്ട് അത് ഡിക്രീസ് ചെയ്തിട്ടുണ്ടാവും റിയാക്ടന്റിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ ഇനീഷ്യലി നമുക്ക് പറയാം ഇവിടെ 10 ഉണ്ടെന്ന് വിചാരിക്കാം, 10 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കാം, എക്സാമ്പിൾ ആണ്. അപ്പൊ ഒരു സമയത്തിന് ശേഷം, ഇപ്പൊ 5 സെക്കൻഡിന് ശേഷം അത് എന്തായി മാറിയിട്ടുണ്ടാവും? 10 മൈനസ് 5, ഒരു 5 എണ്ണം കുറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അതിനാണ് ഇപ്പൊ A മൈനസ് എക്സ് എന്ന് പറഞ്ഞത് കേട്ടാ. ഓക്കെ, അപ്പൊ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ സ്മോൾ ലെറ്റർ A എന്നും ഒരു പർട്ടിക്കുലർ ടൈമിന് ശേഷം അത് എത്രയായി മാറിയിട്ടുണ്ടാവും? A മൈനസ് എക്സും ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ എന്തായി മാറും? K ഈക്വൽ ടു എന്തായിട്ട് മാറും? 2.303/t ലോഗ് A ഡിവൈഡഡ് ബൈ A മൈനസ് എക്സ് എന്ന് നമുക്ക് എഴുതിക്കൂടെ? ഓക്കെ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ പകരം സ്മോൾ ലെറ്റർ A എന്ന് എഴുതി ഒരു പർട്ടിക്കുലർ ടൈമിന് ശേഷമുള്ള കോൺസെൻട്രേഷൻ നമുക്ക് A മൈനസ് എക്സ് എന്ന് എഴുതി. അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ നിന്ന് എക്സ് എമൗണ്ടിന്റെ ഡിക്രീസ് അവിടെ വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ A മൈനസ് എക്സ് എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓർഡറിന് ഇങ്ങനെ ഒരു ഇക്വേഷനും ഈ ഒരു ഫോർമാറ്റിലും കൂടി നമുക്ക് അതിനെ എഴുതാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു നാച്ചുറൽ ലോഗിൽ എഴുതാം, ബേസ് 10 ആയിട്ടുള്ള ലോഗിൽ എഴുതാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ A0ക്ക് പകരം A എന്നും പർട്ടിക്കുലർ ടൈമിന് ശേഷമുള്ളതിന് A മൈനസ് എക്സ് എന്നും കൊടുത്തിട്ട് നമുക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓർഡറിന്റെ വെയിറ്റ് കോൺസ്റ്റന്റിന്റെ ഇക്വേഷൻ ഇങ്ങനെ കിട്ടും.
ഓക്കെ, അപ്പൊ ഇതാണ് ഫസ്റ്റ് ഓർഡറിന്റെ റേറ്റ് കോൺസ്റ്റന്റ് ഇക്വേഷൻ. ഒരു ഇക്വേഷൻ പഠിച്ചാൽ മതി, മീൻസ് ഒരെണ്ണം പഠിച്ചാൽ തന്നെ നമുക്ക് അതിൽ നിന്ന് എല്ലാം എഴുതി എടുത്തൂടെ. മീൻസ് ഇതൊക്കെ എന്തിനാ പറയുന്നതെന്ന് വെച്ചാല് നമുക്ക് ചിലപ്പോൾ പ്രോബ്ലംസിൽ തരുക ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തന്നിട്ട് ഇത്ര എമൗണ്ടിന്റെ ഡിക്രീസ് അവിടെ ഉണ്ട് എന്നാ പറയുന്നതെങ്കിൽ നമുക്ക് ഇവിടെ ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ നിന്ന് അത്ര എമൗണ്ട് ഡിക്രീസ് ചെയ്തിട്ട് എഴുതാൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് A-X തന്നെ കൊടുത്തത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, സോ ഇതാണ് ഈ റേറ്റ് കോൺസ്റ്റന്റിന്റെ എക്സ്പ്രഷൻ ഫസ്റ്റ് ഓർഡറിന്റെ കേസിൽ. ഓക്കെ, സോ ഇത് പഠിക്കുക, ഈ ഇക്വേഷൻസ് പഠിച്ചാൽ മതി. ഈ വരുന്ന വഴികളൊക്കെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻ കേസ് നമുക്ക് ഈ ഇക്വേഷന്റെ കേസിൽ എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ മാത്രം നമുക്ക് പെട്ടെന്ന് എക്സാം ഹാളിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡിറൈവ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാന്ന് പറഞ്ഞത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഹാഫ് ലൈഫ് ആണ്. അപ്പോ ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ ആണ് നമ്മളിത് പറയുന്നത്, ഹാഫ് ലൈഫ്. അപ്പൊ ഹാഫ് ലൈഫ് എന്തിന്റെ? ഫസ്റ്റ് ഓർഡറിന്റെ ഹാഫ് ലൈഫ്. ഓക്കെ, ഫസ്റ്റ് ഓർഡറിന്റെ ഹാഫ് ലൈഫ് ആണ് പറയുന്നത്. സോ നമുക്കറിയാവുന്ന ഇക്വേഷൻ ഇപ്പൊ ഏതാണ്? K ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ ടൈം ഇൻറ്റു ലോഗ് A ഡിവൈഡഡ് ബൈ A-X. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓർഡറിന്റെ റേറ്റ് കോൺസ്റ്റന്റ് ഇക്വേഷൻ നമ്മളിപ്പോ പഠിച്ചത്. ഓക്കെ, അപ്പോ അറ്റ് T ഈക്വൽ ടു T ഹാഫ്, അതായത് പകുതി സമയം എടുക്കുമ്പോ A-X എന്തായി മാറും? A-X ഈസ് ഈക്വൽ ടു A/2 ആയി മാറും അല്ലെ. അതായത് ഇനീഷ്യലി A എമൗണ്ട് ഉണ്ട്, അപ്പൊ ഒരു പർട്ടിക്കുലർ ടൈമിന് ശേഷം അത് എന്തായി മാറും? A/2. കാരണം പകുതി സമയത്തിന് ശേഷം, പകുതി സമയം എടുക്കുമ്പോ പകുതി കംപ്ലീറ്റ് ആവും റിയാക്ഷൻ അല്ലെ. അപ്പോ പകുതി സമയത്ത്, അതായത് T ഹാഫ് ആവുന്ന സമയത്ത് A-X എന്ന് പറയുന്നത് എന്തായി മാറും? A/2. അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ പകുതി ആയിട്ട് മാറും. ഓക്കെ, A-X എന്ന് പറയുന്നത് എന്തായി മാറും? A/2 ആയി മാറും. അങ്ങനെയാണെങ്കിൽ K ഈക്വൽ ടു എന്തായിരിക്കും? 2.303 ഡിവൈഡഡ് ബൈ T ഹാഫ്. Tക്ക് പകരം T ഹാഫ് കൊടുക്കുക. ലോഗ് A ഡിവൈഡഡ് ബൈ A/2 അല്ലെ. A-X പകരം A/2 നമ്മൾ കൊടുക്കുവാണ്. ഓക്കെ, അപ്പൊ T ഹാഫ് ആണ് നമുക്ക് കാണേണ്ടത്. ഹാഫ് ലൈഫിന്റെ ടൈം എത്രയാണെന്ന് നമുക്ക് കാണേണ്ടത്. അപ്പൊ T ഹാഫ് ഈസ് ഈക്വൽ ടു 2.303 ഡിവൈഡഡ് ബൈ K ഇൻറ്റു ലോഗ് എയും ക്യാൻസൽ ചെയ്ത് പോയി, പിന്നെ അവിടെ എന്താ ഉള്ളത്? ലോഗ് 2. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ ലോഗ് 2 അല്ലേ കിട്ടുക. ഓക്കെ, ഇപ്പൊ ലോഗ് 2ന്റെ വാല്യൂ എത്രയാണ്? 0.3010 ആണ് അല്ലെ. നമുക്ക് ബൈ ഹാർട്ട് ഉണ്ടായിരിക്കണം. 0.3010 ഡിവൈഡ് ബൈ K. ഓക്കെ, ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? T ഹാഫ് ഈസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ K. ഇത് നമ്മൾ ന്യൂക്ലിയർ കെമിസ്ട്രിയിലൊക്കെ ഓൾമോസ്റ്റ് ഈ ഹാഫ് ലൈഫും ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അവിടെ കേക്ക് പകരം നമ്മൾ എന്താണ്? ലാംഡ എടുക്കുക. ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ DK കോൺസ്റ്റന്റ് നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ അത് ന്യൂക്ലിയർ കെമിസ്ട്രി നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് ഓർമ്മിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ എങ്ങനെ ഇത് വന്നെന്നൊക്കെ മനസ്സിലായി വിചാരിക്കുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ ടൈമിന് ശേഷമാണ് ഇത് എന്തായി, അതായത് T ഹാഫ് ആവുന്ന സമയത്ത്, T ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആ റിയാക്ഷൻ കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന, ഹാഫ് ഓഫ് ദ റിയാക്ഷൻ കംപ്ലീറ്റ് ആവാൻ എടുക്കുന്ന സമയം. ഓക്കെ, അപ്പൊ ഹാഫ് ആയിട്ട് ആ റിയാക്ഷൻ കംപ്ലീറ്റ് എടുക്കാൻ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ പകുതിയായി മാറാനുള്ള സമയം. അപ്പൊ ഇതെന്തായി മാറും? ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ പകുതിയായി മാറും. അത് ഡയറക്റ്റ് കൊടുക്കുക. അപ്പൊ നമുക്ക് ഫൈനലി T ഹാഫ് ഈക്വൽ ടു 0.693 ബൈ K എന്ന് കിട്ടും. നമുക്ക് ഈ വന്ന വഴികളൊന്നും ആവശ്യമില്ല, നമുക്ക് ഇതേ വേണ്ടു. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ T ഹാഫ് എന്ന് പറയുന്നത് 0.693 ബൈ K ആണെന്നുള്ളത്. ഓക്കെ, ഓക്കെ, സോ T ഹാഫിന്റെ വാല്യൂവും അതുപോലെ തന്നെ നമുക്ക് റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ഫസ്റ്റ് ഓർഡറിന്റെ കേസിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഗ്രാഫ് വരക്കാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി അല്ലെ. സോ ഇത് മായ്ക്കുവാന്ന്, ഇനി ഇതിന്റെ ഗ്രാഫ് വരക്കുവാന്ന്. അപ്പൊ ആദ്യം നമുക്ക് T ഹാഫിന്റെ ഗ്രാഫ് വരക്കാം. ഓക്കെ, അപ്പൊ T ഹാഫ് എന്ന് പറയുന്നത് എന്താണ്? 0.693 ബൈ K. 0.693 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. K എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. അതായത് എന്താണ്? T ഹാഫ് കോൺസ്റ്റന്റ് ആണ്. അത് ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. സീറോ ഓർഡറിന്റെ കേസ് നമ്മൾ എങ്ങനെയല്ല പറഞ്ഞത്. സീറോ ഓർഡറിന്റെ കേസിൽ അത് ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് വേറെ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് കോൺസ്റ്റന്റ് ആണ്. സോ നമുക്ക് T ഹാഫും അതുപോലെ കോൺസെൻട്രേഷനും T ഹാഫും കോൺസെൻട്രേഷനും തമ്മിലുള്ള ഒരു ഗ്രാഫ് വരക്കുവാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? കോൺസ്റ്റന്റ് ആണ്, അത് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നേ ഇല്ല. അത് കോൺസെൻട്രേഷൻ നമ്മൾ എത്ര കൂട്ടിയാലും എന്ത് ചെയ്യില്ല, ഒരു ബുദ്ധിമുട്ടില്ല, അത് കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ പോകും. കാരണം
ടി ഹാഫിന്റെ വാല്യൂ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ആ വാല്യൂ എത്രയാണ് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. ഓക്കെ, അപ്പൊ കോൺസെൻട്രേഷൻ അത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കേസാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓർഡറിന്റെ ടി ഹാഫും കോൺസെൻട്രേഷനും തമ്മിലുള്ള ഗ്രാഫ് എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഗ്രാഫ് നമുക്ക് സെപ്പറേറ്റ് പഠിക്കേണ്ട ആവശ്യമില്ല, ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, സീറോ ഓർഡറിന്റെ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്? ടി ഹാഫും കോൺസെൻട്രേഷനും ഇങ്ങനെയായിരുന്നു അല്ലെ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫ് ആയിരുന്നു. അപ്പൊ ഗ്രാഫ് കാണുമ്പോൾ അത് ഏത് ഓർഡർ റിയാക്ഷൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കൂടി നമുക്ക് എന്ത് ചെയ്യണം? അറിഞ്ഞിട്ടുണ്ടാവണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് റേറ്റ് നമ്മൾ എന്താ പറഞ്ഞത്? റേറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കേസിൽ കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ എന്നാ പറഞ്ഞത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കേസിൽ അല്ലെ, എ റേസ് ടു 1, അതായത് എ എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പൊ റേറ്റും കോൺസെൻട്രേഷനും തമ്മിലുള്ള ഗ്രാഫ് ആണെങ്കിലോ ഇവിടെ വൈ ആക്സിസിൽ റേറ്റും എക്സ് ആക്സിസിൽ കോൺസെൻട്രേഷനും ആണെങ്കിൽ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫ് ആയിരിക്കും അല്ലെ, കാരണം രണ്ടും ഡിപ്പെൻഡന്റ് ആണ്, പ്രൊപ്പോർഷണൽ ആണ്. റേറ്റ് കോൺസെൻട്രേഷൻ കൂടുമ്പോൾ റേറ്റ് കൂടും അല്ലെ, അതുകൊണ്ട് റേറ്റും കോൺസെൻട്രേഷനും തമ്മിലുള്ള ഗ്രാഫിൽ സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡയറക്ട്ലി സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും, ലീനിയർ ആയിട്ടുള്ള ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ റേറ്റ് കോൺസെൻട്രേഷൻ തമ്മിലുള്ള ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കേസിൽ, ഓക്കെ, സീറോ ഓർഡറിന്റെ റിയാക്ഷന്റെ കേസിൽ ഇതിന്റെ ഗ്രാഫ് എങ്ങനെയായിരുന്നു? കോൺസ്റ്റന്റ് ആയിരുന്നു, അതായത് അത് റേറ്റ് കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലായിരുന്നു. ഓക്കെ, അപ്പൊ ആ ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് ഏത് ഓർഡർ ആണെന്ന് മനസ്സിലാവണം. ഓക്കെ, ഇപ്പൊ ടി ഹാഫിന്റെ ആണെങ്കിൽ കോൺസെൻട്രേഷൻ തമ്മിലുള്ള ഗ്രാഫ് കോൺസ്റ്റന്റ് ആയിരിക്കും, റേറ്റും കോൺസെൻട്രേഷനും തമ്മിലുള്ള ഗ്രാഫ് എന്താണ്? പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഗ്രാഫാണ് കിട്ടുക, രണ്ടും ഓക്കെ സ്ട്രെയിറ്റ് ലൈൻ ആണ് നമുക്ക് കിട്ടുക. നെക്സ്റ്റ് നമ്മൾ ഇതിനനുസരിച്ച് ഒരു ഗ്രാഫും കൂടി നമുക്ക് പറയാനുണ്ട്, ഒരു ഇക്വേഷൻ കൂടി നമ്മൾ പഠിച്ചിരുന്നു. സോ നമ്മൾ ഇങ്ങനെയായിട്ട് പറഞ്ഞിരുന്നത് എന്താണ്? കെ ഈക്വൽ ടു ഈ ഗ്രാഫ്, ഈ എക്സ്പ്രഷൻ എന്തായിരുന്നു? 2.303 ബൈ ടി ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് A0 ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് എ. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. റേറ്റ് കോൺസ്റ്റന്റിന് ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ കേസിൽ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ അതിൽ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാം. അതായത് കെ ടി ഡിവൈഡഡ് ബൈ 2.303. ഓക്കെ, ഈ ടി ഇങ്ങോട്ട് വന്നു, 2.303 ഇങ്ങോട്ട് എടുത്തു, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ലോഗ് ഓഫ് A0 മൈനസ് ലോഗ് ഓഫ് എ എന്ന് നമുക്ക് എഴുതാൻ കഴിയും. ഓക്കെ, ലോഗ് A0 മൈനസ് ലോഗ് എ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ജസ്റ്റ് ഈ ഒരു റിയാക്ഷൻ, ഈ ഒരു എക്സ്പ്രഷനെ റീഅറേഞ്ച് ചെയ്താൽ മതി, ഇങ്ങനെ കിട്ടും. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടും? ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് എ ഈക്വൽ ടു ലോഗ് ഓഫ് A0 മൈനസ് കെ ടി ബൈ 2.303 എന്ന് കിട്ടും. കിട്ടൂലേ? ഓക്കെ, അപ്പൊ ലോഗ് എ എന്ന് പറയുന്നത് എന്താണ്? ലോഗ് എ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്താൽ മതി, ഇതിനെ ഇങ്ങോട്ടും ഇതിനെ ഇങ്ങോട്ടും എടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഇക്വേഷനിൽ നിന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് y ഈക്വൽ ടു mx പ്ലസ് സി എന്ന ഫോർമാറ്റിലേക്ക് ആക്കി, y ഈക്വൽ ടു സി പ്ലസ് mx. ഓക്കെ, ആ ഒരു ഫോർമാറ്റിലേക്ക് ആക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് അതിന്റെ ഗ്രാഫ് ഒന്ന് വരച്ചാലോ? അതിന്റെ ഗ്രാഫ് വരച്ചാൽ എങ്ങനെ ഉണ്ടാവും? y ആക്സിസിൽ ഏതാ വരുവോ, x ആക്സിസിൽ ഏതാ വരുവോ നോക്കിയാൽ മതി. ഓക്കെ, സോ y ആക്സിസിൽ ലോഗ് എ എടുക്കാം, എക്സ് ആക്സിസിൽ എന്തെടുക്കാം? ടൈം എടുക്കാം. ഓക്കെ, അപ്പൊ അതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് നെഗറ്റീവ് സ്ലോപ്പ് ഉള്ള ഒരു ഗ്രാഫ് ആയിരിക്കും. സ്ലോപ്പ് ഈക്വൽ ടു എന്തായിരിക്കും? സ്ലോപ്പ് ഈക്വൽ ടു മൈനസ് കെ ബൈ 2.303 ആയിരിക്കും സ്ലോപ്പ്. y ഇന്റർസെപ്റ്റ് ഏതായിരിക്കും? ലോഗ് A0 ആണ് y ഇന്റർസെപ്റ്റ് വരിക. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അറിയുമായിരിക്കൂലേ? അതായത് y ഈക്വൽ ടു mx പ്ലസ് സി എന്ന ഫോർമാറ്റിൽ കണ്ടു കഴിഞ്ഞാൽ ഗ്രാഫ് വരക്കാൻ y ആക്സിസിൽ ലോഗ് എ എടുക്കാം, എക്സ് ആക്സിസിൽ ഇത് എക്സിന് പകരം ടൈം എടുക്കാം. ഓക്കെ, പിന്നെ അവിടെ ബാക്കിയുള്ള എന്താണ്? എം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോപ്പ് ആണ്. അതായത് ഇവിടെ എമ്മിന് പകരം മൈനസ് കെ ബൈ 2.303 ആണ്. മൈനസ് കെ ബൈ 2.303 ആണ് സ്ലോപ്പ്. നെഗറ്റീവ് സ്ലോപ്പ് ആണ്, അതുകൊണ്ടാണ് ഗ്രാഫ് ഇങ്ങനെ വരുന്നത് കേട്ടോ. നെഗറ്റീവ് സ്ലോപ്പ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. പിന്നെ ഇവിടെ y ഇന്റർസെപ്റ്റ് ഉണ്ടാവും, y ഇന്റർസെപ്റ്റ് ആണ് ഇവിടെ എന്ത്? ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് A0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ 3 ഗ്രാഫ് ഉണ്ട്. നമ്മള് ഇപ്പൊ സീറോ ഓർഡറിൽ പറഞ്ഞ പോലെയാണ് ചെയ്യുന്നത്. ഇപ്പൊ ടി ഹാഫിന്റെ ഗ്രാഫ് ഉണ്ട്, റേറ്റിന്റെ ഗ്രാഫ് ഉണ്ട്, അതുപോലെ കോൺസെൻട്രേഷനും ടൈമും വരുന്ന ഒരു ഗ്രാഫ് ഉണ്ട്. അപ്പൊ ആ ഗ്രാഫ് കാണുമ്പോൾ ഏത് ഓർഡർ റിയാക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഓർഡർ ഇവിടെ കഴിഞ്ഞു. അപ്പൊ അതിന്റെ എക്സ്പ്രഷൻ, റേറ്റ് കോൺസ്റ്റന്റിന്റെ എക്സ്പ്രഷൻ, ഹാഫ് ലൈഫ്, പിന്നെ അതിൽ നിന്ന് വരുന്ന 3 ഗ്രാഫ് ആണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് കേട്ടോ. സോ നെക്സ്റ്റ് എക്സ്പ്രഷൻ ഫോർ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ സെക്കൻഡ് ഓർഡറിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഒരു കെമിക്കൽ റിയാക്ഷന് 2A gives products. Okay,
2a gives products അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം a plus b gives products. ഓക്കെ, അതായത് രണ്ട് റിയാക്ടൻസ്. ഓക്കെ, ഒന്നുകിൽ 2a gives products അല്ലെങ്കിൽ a plus b gives product, എങ്ങനെയെങ്കിലും നമുക്ക് എഴുതാം. ഓക്കെ, നമുക്കിപ്പോ നേരത്തെ പഠിച്ച അതേ മോഡലിൽ പോവാം. സോ റേറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് da/dt which is equal to എന്തായിരിക്കും k into concentration of a സ്ക്വയർ ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഇത് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. അപ്പൊ k into concentration of a സ്ക്വയർ എന്ന് വരും. സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ ആണ്. സോ ഇതിനെ റീഅറേഞ്ച് ചെയ്താൽ എന്ത് വരും? d concentration of a divided by a സ്ക്വയർ ഈക്വൽ ടു k dt എന്ന് വരും അല്ലെ. നെക്സ്റ്റ് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താലോ? ഈ രണ്ട് സൈഡും ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഇന്റഗ്രൽ 1/a സ്ക്വയർ dA which is equal to k ഇന്റഗ്രൽ dt അല്ലെ. ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ 1/a സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? മൈനസ് 1/a ആണ് ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുക അല്ലെ. ഇത് ഇന്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് 1/a ആണ് കിട്ടുക. 1/a സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മൈനസും മൈനസും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പൊ 1/a എന്ന് കിട്ടും. അപ്പൊ 1/a ഈസ് ഈക്വൽ ടു kt പ്ലസ് c എന്ന് കിട്ടും. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് പോകുന്നത്. മൈനസ് അതായത് 1/a സ്ക്വയർ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ നമുക്കത് 1/x സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമ്മൾ എങ്ങനെ എഴുതുക? x raised to minus 2 plus 1 divided by minus 2 plus 1 which is equal to minus 1/x അല്ലെ. അതേപോലെ മൈനസ് 1/a into മൈനസ് അതായത് 1/a എന്ന് കിട്ടും. ഓക്കെ, അതായത് x raised to n plus 1 divided by n plus 1 അങ്ങനെയല്ലേ ഇന്റഗ്രേറ്റ് ചെയ്യുക x raised to n നെ. അപ്പൊ അതേപോലെ ചെയ്താൽ മതി. 1/x സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് മൈനസ് 1/x കിട്ടും. അതുപോലെ 1/a സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാല് മൈനസ് 1/a കിട്ടും. മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്ത് പോയാൽ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയായിരിക്കും. സോ ഇവിടെ വരെ എളുപ്പമാണ് അല്ലെ. നെക്സ്റ്റ് നമുക്ക് കണ്ടീഷൻ കൊടുക്കുക. അറ്റ് t ഈക്വൽ ടു 0 കോൺസെൻട്രേഷൻ ഓഫ് a എന്തായി മാറും? കോൺസെൻട്രേഷൻ ഓഫ് a 0 ആയി മാറും അല്ലെ. അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആയി മാറും. സോ ഈ ഇക്വേഷൻ 1 നേരത്തെ ചെയ്ത അതേപോലെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും? 1 കോൺസെൻട്രേഷൻ ഓഫ് എക്ക് പകരം കോൺസെൻട്രേഷൻ ഓഫ് a 0 ഈക്വൽ ടു 0 പ്ലസ് c, അതായത് c ഈക്വൽ ടു 1 കോൺസെൻട്രേഷൻ ഓഫ് a 0 എന്ന് കിട്ടി. ഇനി ഈ വാല്യൂ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ 1 ബിക്കംസ് എന്തായി മാറും? 1 കോൺസെൻട്രേഷൻ ഓഫ് a ഈക്വൽ ടു kt പ്ലസ് 1 കോൺസെൻട്രേഷൻ ഓഫ് a 0 എന്ന് കിട്ടും അല്ലെ. ഇവിടെ വരെ റെഡിയായി. നെക്സ്റ്റ് 1/a minus 1 concentration of a 0 is equal to എന്താണ്? kt. So k equal to 1/t into 1 concentration of a minus 1 concentration of a 0. ജസ്റ്റ് ഇതാ റീഅറേഞ്ച് ചെയ്യുന്നുള്ളൂട്ട്. അപ്പൊ ഇവിടം വരെ നമ്മൾ എത്തി. സോ ഇതാണ് ടിന്റെ കെന്റെ ഇക്വേഷൻ വരുന്നത്. റേറ്റ് കോൺസ്റ്റന്റ് ഫോർ സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ ഇക്വേഷൻ. സോ ഈ ഡെറിവേഷൻസ് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്തത് നമ്മൾ ഓൾറെഡി രണ്ട് ഡെറിവേഷൻ ഇതേ മോഡൽ പറഞ്ഞു കേട്ടാ. അപ്പൊ ഫൈനൽ ഇക്വേഷൻ മതി നമുക്ക്. k ഈക്വൽ ടു 1/t into 1 concentration of a minus 1 concentration of a 0. ഓക്കെ, ഇതാണ് നമ്മുടെ റേറ്റ് കോൺസ്റ്റന്റിന്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. സോ ഇത് വായിക്കുവാന്ന് നിങ്ങൾ പോസ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ടാന്ന് വിചാരിക്കുവാന്ന് കേട്ടാ. സോ നെക്സ്റ്റ് അതിന്റെ ബാക്കി എഴുതാന്ന്. അതായത് ഈ ഇനീഷ്യൽ കോൺസെൻട്രേഷന് പകരം നമുക്ക് എന്ത് ചെയ്താം? a എന്ന് കൊടുക്കാം. നമ്മൾ പറഞ്ഞല്ലോ ഓൾറെഡി നേരത്തെ ഇനീഷ്യൽ കോൺസെൻട്രേഷന് പകരം a എന്നും ആഫ്റ്റർ എ പർട്ടിക്കുലർ ടൈം t അതെന്തായി മാറും? a മൈനസ് എക്സ് ആയി മാറും അല്ലെ. അതുകൊണ്ട് ഈ ഇക്വേഷൻ എന്തായി മാറും? k ഈക്വൽ ടു 1/t into 1/a മൈനസ് എക്സ് മൈനസ് 1/a ആയിട്ട് മാറും. ഇതാണ് എക്സ്പ്രഷൻ ഫോർ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻസ്. ഇതും എഴുതാം. ഇതിനെ കുറച്ച് റീഅറേഞ്ച് ചെയ്ത് മാറ്റിയിട്ടാണ് നമ്മളിപ്പോ ഇത് എഴുതിയിട്ടുള്ളത്. അതായത് കോൺസെൻട്രേഷൻ ഓഫ് എക്ക് പകരം a മൈനസ് എക്സ് എന്നും a 0ക്ക് പകരം സ്മോൾ a എന്നും കൊടുത്തു. അതായത് ഇത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. സ്മോൾ ലെറ്റർ a എന്ന് പറയുന്നത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ്. ആഫ്റ്റർ എ പർട്ടിക്കുലർ ടൈം ഇത് എന്തായി മാറും? a മൈനസ് എക്സ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇതാണ് ഇക്വേഷൻ. k ഈക്വൽ ടു 1/t into 1/a മൈനസ് എക്സ് മൈനസ് 1/a. ഈ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഓർമ്മയിലുണ്ടാവും. അങ്ങനെയെങ്കിലും റിലേറ്റ് ചെയ്ത് പഠിച്ചിരിക്കണേ. നെക്സ്റ്റ് ഇതിന്റെ തന്നെ ഹാഫ് ലൈഫ് നമുക്ക് ഇപ്പൊ തന്നെ കാണാം. ഓക്കെ, അപ്പൊ ഹാഫ് ലൈഫ് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്
നമുക്ക് കുറച്ച് സ്പീഡിൽ പോകാൻ കാരണം ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാ പറയുന്നത് കേട്ടാ. അപ്പൊ ടിക്ക് പകരം എന്തായി മാറും? ടി ഹാഫ് ആവും. എ മൈനസ് എക്സിന് പകരം എന്തായി മാറും? a/2 അല്ലെ. ടി ഹാഫ് എന്ന് പറഞ്ഞാൽ പകുതി കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം. അപ്പൊ പകുതി കംപ്ലീറ്റ് ആവും. ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ പകുതിയായി മാറും. സോ k ഈക്വൽ ടു എന്താണ്? 1/t ഹാഫ് ഇൻറ്റു 1/a/2 മൈനസ് 1/a അല്ലെ. a മൈനസ് എക്സിന് പകരം a/2 എന്ന് കൊടുത്തു. ഇനി ഇത് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ടി ഹാഫ് കണ്ടുപിടിച്ചാൽ മതി. ടി ഹാഫിനുള്ള ഫൈനൽ ഇക്വേഷൻ കൂടി നമുക്ക് കിട്ടും. ഓക്കെ, സോ ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ ടി ഹാഫ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടി ഹാഫ് ഈസ് ഈക്വൽ ടു എന്തായി മാറും? 1/k ഇൻറ്റു 1/a/2 മൈനസ് 1/a. അതെന്തായി മാറും? a മൈനസ് a/2 ഡിവൈഡഡ് ബൈ a ഇൻറ്റു a/2 അല്ലെ. ഇത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്തിട്ട് എഴുതിയാൽ മതി. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? 1/k ഇൻറ്റു a മൈനസ് a/2 എന്ന് പറയുമ്പോൾ തന്നെയാണ് a/2 ഡിവൈഡ് ബൈ a സ്ക്വയർ ബൈ 2. Okay, a/2 divided by a square by 2 is equal to 1/k into എത്ര കിട്ടും നമുക്ക്? 1/ka എന്ന് കിട്ടും. സോ ടി ഹാഫ് ഈസ് ഈക്വൽ ടു 1/ka ആണ് നമുക്ക് കിട്ടി. ഓക്കെ, എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനീഷ്യൽ കോൺസെൻട്രേഷനും ടി ഹാഫും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇൻവേഴ്സ് റിലേഷൻ ആണ് വരിക. ഓക്കെ, ഇനീഷ്യൽ കോൺസെൻട്രേഷനും ടി ഹാഫും തമ്മിലുള്ള റിലേഷൻ സെക്കൻഡ് ഓർഡറിലുള്ള കേസിൽ ഇൻവേഴ്സ് റിലേഷൻ ആണ് വരിക. ഇതെങ്ങനെ കിട്ടിയതൊക്കെ മനസ്സിലായില്ലേ? ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ ടി ഹാഫ് പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പൊ 1/ka ടി ഹാഫ് ആയിട്ട് വരുന്നത് ഏതിന്റെയാണ്? സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ കേസിലാണ്. അപ്പൊ ഹാഫ് ലൈഫ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യും? നമ്മൾ അതിന്റെ ഗ്രാഫ് വരക്കും അല്ലെ. അപ്പൊ അതിന്റെ ഗ്രാഫ് വരക്കാം. ഓക്കെ, നെക്സ്റ്റ് ടി ഹാഫും ഇനി കോൺസെൻട്രേഷൻ തമ്മിലുള്ള ഗ്രാഫാണ് നമ്മൾ ആദ്യം തന്നെ വരയ്ക്കല്. അപ്പൊ ടി ഹാഫും കോൺസെൻട്രേഷൻ എയും തമ്മിലുള്ള ഗ്രാഫ് എങ്ങനെയാണ് ഉണ്ടാവുക? ഇൻവേഴ്സ് റിലേഷൻ ആണ് അല്ലെ. ഒന്ന് കൂടുമ്പോ ഒന്ന് കുറയും. അപ്പൊ ഇൻവേഴ്സ് റിലേഷൻ ആണ് വരിക. ഓക്കെ, അതാണ് ടി ഹാഫിന്റെ ഗ്രാഫ്. ടി ഹാഫിന്റെ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് ടി ഹാഫിന്റെ ഗ്രാഫ് എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇക്വേഷൻ ഏതായിരുന്നു? റേറ്റും കോൺസെൻട്രേഷനും തമ്മിലുള്ളത്. ഓക്കെ, ഇപ്പൊ റേറ്റ് എന്തായിരുന്നു? റേറ്റ് ഈസ് ഈക്വൽ ടു സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ കേസിൽ k ഇൻറ്റു a സ്ക്വയർ ആയിരുന്നു അല്ലെ. അപ്പൊ a സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ് റേറ്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ റേറ്റും കോൺസെൻട്രേഷന്റെ സ്ക്വയറും, അതായത് a സ്ക്വയർ കേട്ടാ, a സ്ക്വയർ കോൺസെൻട്രേഷന്റെ സ്ക്വയർ തമ്മിലുള്ള ഗ്രാഫ് എങ്ങനെയായിരിക്കും? പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ഇപ്പൊ ഡയറക്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റത് ഇൻക്രീസ് ചെയ്യും. പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഗ്രാഫാണ്. അപ്പൊ ഇക്വേഷൻ കണ്ട ഗ്രാഫ് വരക്കാൻ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നെക്സ്റ്റ് ഒരു ഗ്രാഫും കൂടി നമ്മൾ വരക്കാറുണ്ട്. ഇപ്പൊ ടി ഹാഫും കോൺസെൻട്രേഷനും റേറ്റും കോൺസെൻട്രേഷനും, പിന്നെ ഒരു ഗ്രാഫ് ഏതാണ്? കോൺസെൻട്രേഷനും ടൈമും തമ്മിലുള്ള ഗ്രാഫാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഗ്രാഫും കൂടി നമുക്ക് വരക്കാം. കോൺസെൻട്രേഷനും ടൈമും തമ്മിലുള്ള ഗ്രാഫ്. ഓൾറെഡി നമ്മുടെ അടുത്തുള്ള ഇക്വേഷൻ ഏതാണ്? അതായത് k equal to 1/t into 1 / concentration of a minus 1 / concentration of a0. ഇതാണ് ഇക്വേഷൻ അല്ലെ. ഇതിൽ നിന്നാണ് നമ്മൾ ഇത് മോഡിഫൈ ചെയ്തെടുത്തത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? kt equal to 1/a minus 1/a0 എന്ന് എഴുതാൻ കഴിയും അല്ലെ. റീഅറേഞ്ച് ചെയ്യാം. അപ്പൊ 1 / concentration of a equal to എന്ത് കിട്ടും? kt plus 1 / concentration of a0 എന്ന് കിട്ടും. ഓക്കെ, ഇതിനെ ഇങ്ങോട്ടേക്ക് എടുത്താൽ മതി. അപ്പൊ ഇങ്ങനെ കിട്ടും. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഗ്രാഫ് വരച്ചൂടെ? ഇങ്ങനെ വരക്കാം. y equal to mx plus c എന്ന ഗ്രാഫ് വരക്ക്. അപ്പൊ y ആക്സിസിൽ എന്താണ്? 1/a. 1 / concentration of a യും x ആക്സിസിൽ ഏത് വരും? ടൈം വരും. കോൺസെൻട്രേഷനും ടൈമും തമ്മിലുള്ള ഗ്രാഫാണ് വരക്കുന്നത്. ഓക്കെ, അപ്പൊ ഗ്രാഫ് എന്തായിരിക്കും? ലീനിയർ ആയിരിക്കും. ലീനിയർ ആണ്. സ്ലോപ്പ് വരും. സ്ലോപ്പ് ഈക്വൽ ടു k, y ഇന്റർസെപ്റ്റ് 1/a0 വരും. ഓക്കെ, y ഈക്വൽ ടു mx plus c എന്ന ഫോർമാറ്റിലാണ് ഉള്ളത്. 1/a, m ന് പകരമാണ് ഇവിടെ സ്ലോപ്പ് k. ഓക്കെ, x ന് പകരമാണ് t. y ഈക്വൽ ടു mx plus c അതേ ഫോർമാറ്റിലാണ് ഉള്ളത്. അപ്പൊ ഗ്രാഫ് നമുക്ക് ലീനിയർ ഗ്രാഫ്, സ്ലോപ്പ് k കിട്ടും. y ഇന്റർസെപ്റ്റ് ഇവിടെ 1/a0 കിട്ടും. ഓക്കെ, അപ്പൊ ഇതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് 3 എന്തായിരുന്നു? ഒരേ ഗ്രാഫ് ആയിരുന്നു അല്ലെ. മുകളിലോട്ട് തന്നെ പോകുന്ന ഗ്രാഫ് ആയിരുന്നു 3 ഗ്രാഫും. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ ഗ്രാഫ് കണ്ടാൽ മനസ്സിലാണ് 1/a കോൺസെൻട്രേഷൻ 1 / concentration എടുക്കുന്നത്. 1/a യും ടൈമും തമ്മിലുള്ള ഗ്രാഫാണ് സ്ലോപ്പ് k ആയിട്ട് വരുന്ന ഗ്രാഫ് സെക്കൻഡ് ഓർഡറിന്റെ കേസ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഓർഡറിന്റെ എക്സ്പ്രഷൻ, റേറ്റ് കോൺസ്റ്റന്റ് എക്സ്പ്രഷൻ, ഹാഫ് ലൈഫ്, അതിന്റെ ഗ്രാഫ്, ഈ 3 കാര്യങ്ങളും കൂടി ഓർത്തു വെക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് തേർഡ് ഓർഡറും കൂടി പറഞ്ഞിട്ട് നമുക്ക് ജനറൽ ആയിട്ട് എങ്ങനെ വരും എന്നുള്ളതും കൂടി പറഞ്ഞിട്ട്
ആ ഒരു പോർഷൻ നമുക്ക് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് ഇതേ മോഡലില് എക്സ്പ്രഷൻ ഫോർ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് തേർഡ് ഓർഡർ റിയാക്ഷൻസ്. ഓക്കെ, അപ്പൊ തേർഡ് ഓർഡർ റിയാക്ഷൻ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ കാരണം 3A gives പ്രോഡക്ട്സ് എന്ന് പറയാം. ഓക്കെ, സോ റേറ്റ് എന്തായിരിക്കും? നേരത്തെ ചെയ്ത അതേപോലെ ചെയ്താൽ മതി. മൈനസ് d ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് A ഡിവൈഡ് ബൈ dt ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A റേസ് ടു 3. എന്തുകൊണ്ടാ 3 വന്നേ? കാരണം തേർഡ് ഓർഡർ റിയാക്ഷന്റെ കേസാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇത് റീഅറേഞ്ച് ചെയ്യാ, കോൺസെൻട്രേഷൻ ടേംസ് ഒക്കെ ഒന്നിച്ച് വരുന്ന വിധത്തിൽ എഴുതാം. ഓക്കെ, ഈക്വൽ ടു K dt എന്ന് എഴുതാം. നെക്സ്റ്റ് ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും? മൈനസ് ഇന്റഗ്രൽ 1 ബൈ A ക്യൂബ് dA ഈക്വൽ ടു K ഇന്റഗ്രൽ dt. ഓക്കെ, സോ 1 ബൈ A ക്യൂബ് d നെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 1 ബൈ 2A സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ സാധാരണ 1 ബൈ എക്സ് ക്യൂബിനെ ഇന്റഗ്രേറ്റ് ചെയ്യില്ലേ, അപ്പൊ മൈനസ് 1 ബൈ 2x സ്ക്വയർ എന്നാ കിട്ടുക. ഓക്കെ, അതേപോലെ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 1 ബൈ 2A സ്ക്വയർ എന്ന് കിട്ടും. ആ മൈനസും ഈ മൈനസും ക്യാൻസൽ ചെയ്യും. അപ്പൊ എന്ത് കിട്ടും? 1 ബൈ 2A സ്ക്വയർ എന്ന് കിട്ടും. 1 ബൈ 2A സ്ക്വയർ. ഓക്കെ, മൈനസും മൈനസും ക്യാൻസൽ ചെയ്ത് പോയി. നെക്സ്റ്റ് നിങ്ങൾ സ്വന്തമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മതി കേട്ടാ. നെക്സ്റ്റ് KT ഇന്റഗ്രൽ dt നെ T എന്ന് കിട്ടും. പ്ലസ് C. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇതിന് കണ്ടീഷൻ കൊടുക്കുക. അറ്റ് T ഈക്വൽ ടു 0 കോൺസെൻട്രേഷൻ ഓഫ് A എന്തായി മാറും? കോൺസെൻട്രേഷൻ ഓഫ് A 0, അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആയി മാറും. ഇനീഷ്യൽ ടൈമിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഇന്റഗ്രേറ്റ് ചെയ്ത് ഫൈനൽ എക്സ്പ്രഷനിലേക്ക് എത്തിക്കുക. കണ്ടീഷൻ കൊടുക്കുക. അപ്പൊ ഈ ഇക്വേഷൻ 1ല് ഈ കണ്ടീഷൻ കൊടുത്താൽ എന്താവും? 1 ബൈ 2 into concentration of A0 square equal to 0 plus C. അതിൽ നിന്ന് C equal to 1 by 2 into concentration of A0 square എന്ന് കിട്ടും. ആ ഇക്വേഷൻ, ഈ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക ഇക്വേഷൻ 1ല്. അപ്പോ 1 by 2A square, ഇപ്പൊ നിങ്ങൾ ഓൾമോസ്റ്റ് ഫെമിലിയർ ആയിട്ടുണ്ടാവും, അതാണ് ഞാൻ സ്പീഡിൽ പറയുന്നത്. KT plus 1 by 2A0 square. സോ KT എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 by 2 concentration of A square minus 1 by 2 concentration of A0 square. ഓക്കെ, അപ്പോ ഇത് കിട്ടി. നെക്സ്റ്റ് എന്ത് ചെയ്യാം? KT ഈക്വൽ ടു 1 by 2 കോമൺ ആയി പുറത്തെടുത്ത് കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? 1 by concentration of A square minus 1 by concentration of A0 square എന്ന് കിട്ടും അല്ലേ? സോ ടൈമിനെ കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പുറത്തേക്ക് എടുക്കാം. അപ്പൊ K ഈക്വൽ ടു 1 by 2T into 1 by concentration of A square minus 1 by concentration of A0 square എന്ന് കിട്ടും. ഇതാണ് തേർഡ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സാധാരണ ഇക്വേഷൻ എടുക്കുക, നേരത്തെ ചെയ്ത് അതേപോലെ ഇന്റഗ്രേറ്റ് ചെയ്ത് കണ്ടീഷൻസ് കൊടുത്തിട്ട് എഴുതുക. ഫൈനൽ നമുക്ക് ഇങ്ങനെ കിട്ടും. K ഈക്വൽ ടു 1 by 2T into 1 by A square minus 1 by A0 square എന്ന് കിട്ടും. നിങ്ങൾ ജസ്റ്റ് പോസ് ചെയ്തിട്ട് ആ ഒരു സ്പീഡിൽ എഴുതിയാൽ മതി. നിങ്ങൾ ഇത് ഒറ്റയ്ക്ക് എഴുതാൻ ശ്രമിച്ചാലും മതി. ഓക്കെ, നിങ്ങളിപ്പോ 2-3 കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതേപോലെയാ പോകുന്നത്. ഓക്കെ, ഇപ്പൊ റേറ്റ് കോൺസ്റ്റന്റ് തേർഡ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റിലുള്ള ഇക്വേഷൻ കിട്ടി നമുക്ക്. നെക്സ്റ്റ് ഇനീഷ്യൽ കോൺസെൻട്രേഷന് A എന്നും ഫൈനൽ കോൺസെൻട്രേഷന്, അതായത് പർട്ടിക്കുലർ ടൈമിന് ശേഷമുള്ള കോൺസെൻട്രേഷന് A മൈനസ് എക്സ് എന്നും കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇഫ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എയും ആഫ്റ്റർ എ ടൈം T കോൺസെൻട്രേഷൻ എന്തായി മാറും? A മൈനസ് എക്സ് ആയി മാറും. അപ്പൊ K എന്താവും? 1 by 2T into 1 by A minus x square minus 1 by A square എന്നായി മാറും അല്ലെ? A0ക്ക് പകരം സ്മോൾ ലെറ്റർ A കൊടുക്കുക, ക്യാപിറ്റൽ എക്ക് പകരം A മൈനസ് എക്സ് കൊടുക്കുക. ഓക്കെ, അപ്പൊ A മൈനസ് എക്സ് ഹോൾ സ്ക്വയർ മൈനസ് 1 by A സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് എന്ത്? തേർഡ് ഓർഡർ റിയാക്ഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ ഇത് മോഡിഫൈ ചെയ്ത് എടുക്കുന്നതാണ്. K ഈക്വൽ ടു 1 by 2T into 1 by A minus x square minus 1 by A square. ഇതാണ് തേർഡ് ഓർഡർ റിയാക്ഷന്റെ റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഹാഫ് ലൈഫും കൂടി ഇതേപോലെ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോ ഇനി ബുദ്ധിമുട്ടില്ല, ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടില്ല. കാരണം ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ഓഫ് ദ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയമാണ് അല്ലെ? അപ്പൊ ഹാഫ് ലൈഫ് T ഹാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? T ഈക്വൽ ടു T ഹാഫ് A മൈനസ് എക്സ് എന്തായിരിക്കും? A by 2 ആയിരിക്കും അല്ലെ? അതായത് ആ ഹാഫ് സമയം എടുക്കുമ്പോ ഇനീഷ്യൽ കോൺസെൻട്രേഷന്റെ പകുതി ആയിട്ട് മാറും. അപ്പൊ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. K ഈക്വൽ ടു 1 by
2t½ tക്ക് പകരം t½ കൊടുക്കുക 1/a മൈനസ് എക്സിന് പകരം a/2 ഹോൾ സ്ക്വയർ മൈനസ് 1/a². ഓക്കെ, ഇത് റീഅറേഞ്ച് ചെയ്ത് നോക്കാം എന്താ കിട്ടുക എന്നുള്ളത്. ഓക്കെ, സോ k ഈക്വൽ ടു k അല്ല, നമുക്ക് t½ അല്ലേ കാണണ്ടേ, അപ്പൊ നമുക്ക് t½ ഇങ്ങോട്ട് എടുക്കാം, k ഇങ്ങോട്ട് എടുക്കാം. അപ്പൊ t½ ഈസ് ഈക്വൽ ടു, അതായത് ഹാഫ് ലൈഫ് ആണ് നമ്മൾ കാണുന്നത്, 1/2k ഇൻറ്റു 1/a² ഡിവൈഡഡ് ബൈ 4 മൈനസ് 1/a². ഇങ്ങനെയല്ലേ അല്ലേ? അപ്പൊ ഇതിന് നമ്മള് പെട്ടെന്ന് ചെയ്ത് നോക്കാം. അപ്പൊ എന്ത് കിട്ടും? a² മൈനസ് a² ഡിവൈഡ് ബൈ 4 ഡിവൈഡ് ബൈ a² ഇൻറ്റു a² ഡിവൈഡ് ബൈ 4. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1/2k ഇൻറ്റു എന്ത് കിട്ടും? a² മൈനസ് a² ബൈ 4 എന്ന് പറയുമ്പോ 3a² ബൈ 4 ഡിവൈഡഡ് ബൈ a² ഇൻറ്റു a² ബൈ 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ a² ബൈ 4 ക്യാൻസൽ ചെയ്ത് പോകുമ്പോ 3/2ka² എന്ന് കിട്ടും. t½ ഈസ് ഈക്വൽ ടു 3/2ka² എന്ന് കിട്ടും. ഇതാണ് എന്ത് നമ്മുടെ തേർഡ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവാണ്. ഇതൊന്നും പറയേണ്ട ആവശ്യം നമുക്ക് ഓൾറെഡി ഇല്ല, കാരണം ഒബ്ജക്റ്റീവ് എക്സാം ആണ്. നമുക്ക് ഫൈനൽ ഇക്വേഷൻ എത്തിയാൽ മതി. തേർഡ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് 3/2ka². ഓക്കെ, പിന്നെ ഞാൻ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വേല്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന വേ ഉണ്ടാവും. സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കുക, ഇത് ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ബാക്കി 3/2ka² ആണ് ഉണ്ടാവുക. 3/2ka² എന്ന് പറഞ്ഞാല് തേർഡ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ ആണ് വരിക. ഓക്കെ, അപ്പൊ നമ്മൾ തേർഡ് ഓർഡർ വരെ പറയുന്നുള്ളൂ കേട്ടോ. അപ്പൊ റേറ്റ് കോൺസ്റ്റന്റിന്റെ എക്സ്പ്രഷൻ 0 ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ. ഓക്കെ, അതിന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ എക്സ്പ്രഷൻ വേറെ തന്നെ എഴുതി പഠിക്കാം. ഹാഫ് ലൈഫിന്റെ എക്സ്പ്രഷൻസ് വേറെ തന്നെ എഴുതി പഠിക്കാം. ഗ്രാഫ് ഉണ്ട്, ഗ്രാഫ് ഒക്കെ ഒന്നിച്ച് വരച്ചിട്ട് പഠിക്കാം. ഓക്കെ, സോ ഇതിന്റെ ഗ്രാഫ് നമുക്ക് ഇനി വരച്ചൂടെ? ആദ്യം നമ്മൾ ഏതിന്റെ ഗ്രാഫ് വരക്കാം? സാധാരണ ഹാഫ് ലൈഫിന്റെ ഗ്രാഫ് വരക്കാം അല്ലെ? അപ്പൊ ഹാഫ് ലൈഫിന്റെ ഗ്രാഫിനെ നമുക്ക് ഇപ്പോൾ വരക്കാം. 3/2ka² എന്ന് പറയുമ്പോ അതെന്താണ്? ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലെ? t½ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ t½ വേഴ്സസ് a² ഗ്രാഫ് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും അല്ലെ? t½ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു a² ആണ്. ഓക്കെ, അപ്പൊ t½ കോൺസെൻട്രേഷൻ തമ്മിലുള്ള ഗ്രാഫ് എന്താണ്? നമുക്ക് എന്താണ്? ഇൻവേഴ്സ് റിലേഷൻ ആണ് കിട്ടുക. ഒന്ന് കൂടുമ്പോ ഒന്ന് കുറയുന്ന റിലേഷൻ ആണ് കിട്ടുക. ഓക്കെ, സോ ഈ ഇക്വേഷനിൽ നിന്നാണ് ഇപ്പൊ t½ ഗ്രാഫ് വരച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് സാധാരണ നമ്മൾ പറയുമ്പോൾ റേറ്റ് എന്തായിരുന്നു? k ഇൻറ്റു a³ ആയിരുന്നു അല്ലെ? അപ്പൊ റേറ്റും കോൺസെൻട്രേഷനും തമ്മിലുള്ള ഗ്രാഫ് വരക്കുവാണ്. അപ്പൊ റേറ്റും കോൺസെൻട്രേഷൻ ഓഫ് a³ തമ്മിലുള്ള ഗ്രാഫ്, അതായത് കോൺസെൻട്രേഷൻ ക്യൂബ് തമ്മിലുള്ള ഗ്രാഫ് വരക്കുമ്പോൾ നമുക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലിന്റെ ഗ്രാഫാണ് കിട്ടുക. ഓക്കെ, സോ റേറ്റും കോൺസെൻട്രേഷനും t½ കോൺസെൻട്രേഷനും തമ്മിലുള്ള ഗ്രാഫ് കിട്ടി. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ഇക്വേഷനിൽ തന്നെ മനസ്സിലാക്കിയാൽ മതി. നെക്സ്റ്റ് നമ്മൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഗ്രാഫും കൂടി കണ്ടുപിടിക്കാനുണ്ട്. ഇതാണ് കോൺസെൻട്രേഷനും ടൈമും തമ്മിലുള്ള ഗ്രാഫ് അല്ലെ? അപ്പൊ k ഈക്വൽ ടു 1/2t ഇൻറ്റു 1 കോൺസെൻട്രേഷൻ ഓഫ് a² മൈനസ് 1 കോൺസെൻട്രേഷൻ ഓഫ് a02. ഇങ്ങനെയായിരുന്നു നമ്മുടെ ഇക്വേഷൻ ഉണ്ടായിരുന്നത്. അതിൽ നിന്നാണ് നമ്മൾ ഇത് മോഡിഫൈ ചെയ്തെടുത്തത് അല്ലെ? സോ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? റീഅറേഞ്ച് ചെയ്ത് എഴുതിക്കൂടെ? 2kt ഈക്വൽ ടു 1 കോൺസെൻട്രേഷൻ ഓഫ് a² മൈനസ് 1 കോൺസെൻട്രേഷൻ ഓഫ് a02. സോ ഇത് റീഅറേഞ്ച് ചെയ്താൽ 1/a² ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2kt പ്ലസ് 1 കോൺസെൻട്രേഷൻ ഓഫ് a02 എന്ന് കിട്ടും. ഓക്കെ, ഇത് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ നമുക്ക് ഇത് കിട്ടും. അപ്പൊ y ഈക്വൽ ടു mx പ്ലസ് c എന്ന ഫോമാറ്റിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഗ്രാഫ് കൂടെ ഒന്ന് വരക്കാം അല്ലെ? അപ്പൊ അതിന്റെ ഗ്രാഫ് എങ്ങനെ വരും? 1/a² y ആക്സിസിൽ എടുക്കാം, x ആക്സിസിൽ ഏതെടുക്കാം? t എടുക്കാം. ഓക്കെ, സോ ഒരു സ്ട്രൈറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. അതിന്റെ സ്ലോപ്പ് എത്ര വരും? സ്ലോപ്പ് ഈക്വൽ ടു 2k. സ്ലോപ്പ് ഈക്വൽ ടു 2k വരൂല്ലേ? കാരണം t ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്, ബാക്കിയുള്ളത് സ്ലോപ്പ് ആണ് 2k. y ഇന്റർസെപ്റ്റ് എത്ര വരും? 1/a02 y ഇന്റർസെപ്റ്റ് ആയിട്ട് വരും. നേരത്തെ പറഞ്ഞ അതേപോലെയാണ് പോകുന്നത്. അപ്പൊ കൂടുതലായിട്ട് ഞാൻ ഇതിന്റെ മേലെ എക്സ്പ്ലെയിൻ ചെയ്ത് കളിക്കുന്നില്ല കേട്ടാ. ഓക്കെ, നേരത്തെ പറഞ്ഞ അതേപോലെയാണ് നമ്മൾ ആ ഒരു ഇക്വേഷനെ എന്ത് ചെയ്യാം? മോഡിഫൈ ചെയ്തതിന് മുന്നേയുള്ള ഇക്വേഷനാണ് എടുത്തത്. അതിൽ നിന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് y ഈക്വൽ ടു mx പ്ലസ് c എന്ന ഫോമാറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഗ്രാഫ് വരക്കാം. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് കിട്ടും സ്ലോപ്പും ഒക്കെ. അപ്പൊ നമ്മുടെ 3 ഗ്രാഫ് ഉണ്ട്.
ഇപ്പം 0 ഓർഡറിന്റെയും ഫസ്റ്റ് ഓർഡറിന്റെയും സെക്കൻഡ് ഓർഡറിന്റെയും തേർഡ് ഓർഡറിന്റെയും 3 ഗ്രാഫ് ഉണ്ട്. ഒന്നാമത്തെ ഗ്രാഫ് ഏതായിരുന്നു? ടി ഹാഫും കോൺസെൻട്രേഷനും തമ്മിലുള്ള ഗ്രാഫ്. രണ്ടാമത്തെ ഗ്രാഫ് റേറ്റും കോൺസെൻട്രേഷനും തമ്മിലുള്ള ഗ്രാഫ്. മൂന്നാമത്തെ ഗ്രാഫ് എന്താണ്? നമ്മുടെ കോൺസെൻട്രേഷനും ടൈമും തമ്മിലുള്ള ഗ്രാഫ്. ഈ 3, അതായത് 0, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ, ഈ 4 കാര്യങ്ങൾക്കും ഈ 3 ഗ്രാഫും ഉണ്ട്. ഓരോന്നിനും 3 ഗ്രാഫ് വീതമുണ്ട്. പിന്നെ അതിന്റെയൊക്കെ റേറ്റ് കോൺസ്റ്റന്റിന്റെ എക്സ്പ്രഷനും അതുപോലെ ഹാഫ് ലൈഫിന്റെ ഇക്വേഷനും കൂടി എന്ത് ചെയ്യുക, നമ്മൾ ഓർത്ത് വെക്കുക. ഈ ഡെറിവേഷൻസ് ഒന്നും കാര്യമായിട്ട് വേണ്ട. അപ്പൊ എങ്ങാനും നമുക്ക് ഏതെങ്കിലും ഇപ്പൊ തേർഡ് ഓർഡറിന്റെ പഠിച്ചപ്പോ ടി ഹാഫിന്റെ ഇക്വേഷൻ 3/2 KA² ആണോ അതോ ഇനി ക്യൂബ് ആണോ, പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ വരുവാണെങ്കിൽ ജസ്റ്റ് പെട്ടെന്ന് എന്ത് ചെയ്യാൻ ഡിറൈവ് ചെയ്ത് നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഡെറിവേഷൻ പറഞ്ഞു തരുന്നത്. നമുക്ക് പോയിന്റ്സ് മാത്രം, ഇക്വേഷൻസ് മാത്രമേ വേണ്ടുള്ളൂ. അപ്പൊ അതിന്റെ ഇടയിൽ വരുന്ന ഡെറിവേഷൻസ് ഒക്കെ കുറച്ചൊരു സ്പീഡായിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവുക. മീൻസ് ഒന്നാമത് നിങ്ങൾക്ക് അത് ഇന്റഗ്രേറ്റ് ചെയ്യാനൊക്കെ എളുപ്പത്തിൽ തന്നെ അറിയുന്നുണ്ടാവും. പിന്നെ നമ്മൾ അവിടെ കുറെ എക്സ്പ്ലെയിൻ ചെയ്ത് ടൈം കളയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇക്വേഷൻസും ഗ്രാഫും കാര്യങ്ങളൊക്കെ ഷോർട്ട് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി വെക്കണം കേട്ടോ. നെക്സ്റ്റ്, ഡിറ്റർമിനിങ് ഓർഡർ ഓഫ് റിയാക്ഷൻ. റിയാക്ഷൻസിന്റെ ഓർഡർ എങ്ങനെ നമുക്ക് മനസ്സിലാക്കുക? നമ്മൾ സാധാരണ ഇങ്ങനെയാ പറഞ്ഞത്, എന്താണ്, ഒരു റേറ്റ് ലോ എക്സ്പ്രഷൻ. ഫോർ എക്സാമ്പിൾ, റേറ്റ് ഈസ് ഈക്വൽ ടു K ഇൻറ്റു A സ്ക്വയറും B³ ഇതിന്റെ ഓർഡർ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? റേറ്റ് ലോ എക്സ്പ്രഷനിൽ കോൺസെൻട്രേഷൻ ടേംസിന്റെ പവർ, കോൺസെൻട്രേഷൻ ടേമിന്റെ പവർ ഏതാണ്? 2ഉം 3ഉം. അതിന്റെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അത് ഏത് ഓർഡർ റിയാക്ഷൻ ആണ്, അല്ലെ? നമ്മൾ ഇങ്ങനെയാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് റേറ്റ് ലോ എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാല് അതിലുള്ള കോൺസെൻട്രേഷൻ ടേമിന്റെ സം എടുത്തു കഴിഞ്ഞാൽ, പവറിന്റെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഓർഡർ റിയാക്ഷൻ ആണെന്ന് കിട്ടും. അതല്ലാതെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുക? ഓർഡർ കണ്ടുപിടിക്കാൻ എങ്ങനെയാ പറ്റുക? ഒന്നാമത്തെ കാര്യം, നമ്മൾ കുറെ ഗ്രാഫ് ഇപ്പം പഠിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പൊ നമുക്ക് ആ ഗ്രാഫ് വരച്ചു കഴിഞ്ഞിട്ട് ഏത് ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറയാൻ പറ്റൂലേ? കാരണം നമ്മൾ ഓരോ ഓർഡർ റിയാക്ഷനും ഓരോ തരം ഗ്രാഫ് ആയിരുന്നു വരച്ചത്, അല്ലെ? അപ്പൊ ആ ഗ്രാഫിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം ഏത് ഓർഡർ ആണ്. ഇപ്പൊ നമ്മളിപ്പോ തൊട്ട് മുന്നേ പഠിച്ചു കഴിഞ്ഞതിൽ ഇത് 2-3 ഗ്രാഫ് വരച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് ഓർഡർ റിയാക്ഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നോക്കണം. ഓക്കെ, അപ്പൊ കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് ആണ്. 3ഉം അത് തന്നെയാണ്, കോൺസെൻട്രേഷൻ വേഴ്സസ് ടൈം ഗ്രാഫ് തന്നെയാണ് വരച്ചത്. ഓക്കെ, അതിൽ ഇത് ഏത് ഓർഡർ റിയാക്ഷന്റെ ഗ്രാഫ് ആയിരിക്കും? കോൺസെൻട്രേഷൻ ഓഫ് എയും ടൈമും തമ്മിലുള്ള ഈ കേർവ്, അതായത് നമുക്ക് ഇൻവേഴ്സ് റിലേഷൻ വരുന്ന ഈ ഒരു കേർവ് ഏതായിരിക്കും? ഏത് ഓർഡർ റിയാക്ഷന്റെ ആയിരിക്കും? 0 ഓർഡറിന്റെ റിയാക്ഷന്റെ ആണ് നമ്മൾ ഇത് പഠിച്ചത്. 0 ഓർഡർ റിയാക്ഷന്റെ ഗ്രാഫ് ആണ്. നെക്സ്റ്റ് നോക്കുക, ലോഗ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് എ വേഴ്സസ് ടൈം ഗ്രാഫ്. ഈ റിലേഷൻ വരുന്ന ഗ്രാഫ് നമ്മൾ വരച്ചിട്ടുണ്ട്. ഏത് ഓർഡറിന്റെ ആണ്? ഫസ്റ്റ് ഓർഡറിന്റെ ഗ്രാഫ് ആയിരുന്നു. ഓക്കെ, ഇനി 1/, കോൺസെൻട്രേഷൻ ഓഫ് എ വേഴ്സസ് ടൈം ഗ്രാഫ് ഇത് സെക്കൻഡ് ഓർഡറിനാണ്. അപ്പൊ നമുക്ക് ഗ്രാഫ് കണ്ടാൽ മനസ്സിലാവും ഏത് ഓർഡർ റിയാക്ഷൻ ആണ്. എന്ത് ചെയ്താൽ മതി? നമ്മള് ഈ കോൺസെൻട്രേഷൻ എടുക്കുക, അതിന്റെ കോൺസെൻട്രേഷൻ ഡിഫറെന്റ് വാല്യൂസ് എടുക്കുക, ഇത്ര ടൈമിൽ എത്ര കോൺസെൻട്രേഷൻ ആവുന്നുള്ളൂ ഉള്ളത്. ഓക്കെ, അപ്പൊ ഓരോ സെക്കൻഡ് കഴിയുമ്പോൾ എത്ര കോൺസെൻട്രേഷൻ ചേഞ്ച് വരുന്നുണ്ട് അത് നോക്കിയിട്ട് ഗ്രാഫ് വരക്കാം. ഗ്രാഫ് വരക്കുമ്പോൾ ലോഗ് എ വേഴ്സസ് ടി ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്താണ്? ഫസ്റ്റ് ഓർഡർ ആണ്. അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ടൈം ഗ്രാഫിന് ഇങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ്? 0 ഓർഡർ ആണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഏത് ഓർഡർ റിയാക്ഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിനാണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആ ഇന്റഗ്രൽ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് കണ്ടെത്തിയ റേറ്റ് കോൺസ്റ്റന്റിൽ നിന്നാണ് നമ്മളിപ്പോ ഗ്രാഫ് വരച്ചിട്ടുള്ളത്, അല്ലെ? ഇന്റഗ്രേറ്റഡ് എക്സ്പ്രഷൻ ഒരു ഇന്റഗ്രേറ്റഡ് എക്സ്പ്രഷൻ കണ്ടുപിടിച്ചില്ലേ? റേറ്റ് കോൺസ്റ്റന്റ് K = എന്നൊക്കെ പറഞ്ഞ നമ്മള് അതിൽ നിന്നാണ് നമ്മൾ ഗ്രാഫ് വരച്ചത്. ഓക്കെ, ഇപ്പൊ ഇത് ഇന്റഗ്രേറ്റഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഏത് ഓർഡർ റിയാക്ഷൻ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഒന്നാമത് നമ്മളിപ്പോ ഗ്രാഫിൽ നിന്നാണ് കണ്ടുപിടിക്കുക. നമുക്ക് ഒരു മെത്തേഡ് എന്താണ്? ഗ്രാഫിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ഇന്റഗ്രേറ്റഡ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, രണ്ടാമത്തത് ഡിഫറൻഷ്യൽ മെത്തേഡ്. ഇപ്പൊ ഇന്റഗ്രേറ്റഡ് മെത്തേഡ് കഴിഞ്ഞു. ഫസ്റ്റ് ഇന്റഗ്രേറ്റഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ ക്വസ്റ്റ്യൻ മിക്കവാറും ഗ്രാഫ് തന്നിട്ട് അത് ഏതോടെ റിയാക്ഷൻ എന്ന് ചോദിക്കാനുള്ള സാധ്യത നല്ലോണം കാണുന്നുണ്ട്. അപ്പൊ പഠിച്ച ഗ്രാഫുകൾ എന്ത് ചെയ്യുക? ഒന്നിച്ച് വരച്ചിട്ട് അതിലുള്ള ഡിഫറൻസ് y ആക്സിസിൽ ഏതാണ് x ആക്സിസിൽ ഏതാണെന്നുള്ളതൊക്കെ എന്ത് റിലേറ്റ് ചെയ്ത് പഠിച്ചു വെക്കാം കേട്ടോ. നെക്സ്റ്റ്, ഡിഫറൻഷ്യൽ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓർഡർ കാണാൻ പറ്റും. ഡിഫറൻഷ്യൽ മെത്തേഡ്, അതായത് ഡിഫറൻഷ്യൽ മെത്തേഡിൽ പറയുന്ന കാര്യം, ഇപ്പൊ 2 റിയാക്ഷന്റെ റേറ്റ് നമുക്കറിയാം, R1ഉം R2ഉം. 2 റേറ്റ് ആണ്, റേറ്റ് ഓഫ് റിയാക്ഷൻസ്. അതേപോലെ അതിന്റെ കോൺസെൻട്രേഷൻ C1ഉം C2ഉം ആണ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, അപ്പോ 2 റിയാക്ഷന്റെ റേറ്റ് R1ഉം R2ഉം ആണ്. അതുപോലെ അതിന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ C1ഉം C2ഉം ആണ് റെസ്പെക്റ്റീവ്ലി. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓർഡർ n എന്ന് പറയുന്നത് എന്താണ്? ലോഗ് R1/R2
ഡിവൈഡ് ബൈ നാച്ചുറൽ ലോഗ് ഓഫ് C1 by C2. ഈ ഇക്വേഷനിൽ നമുക്ക് ഏത് ഓർഡർ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. n എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡർ ആണ് അല്ലെ. n എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഓർഡറിനെയാണ്. n ഈക്വൽ ടു നാച്ചുറൽ ലോഗ് ഓഫ് R1 by R2 ഡിവൈഡഡ് ബൈ നാച്ചുറൽ ലോഗ് ഓഫ് C1 by C2 എന്ന് എഴുതാൻ പറ്റും. R1 by R2 എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഡിഫറെന്റ് റിയാക്ഷന്റെ റേറ്റ് ആണ്, ഡിഫറെന്റ് റിയാക്ഷന്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ് C1 ഉം C2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീപ്പായിട്ടൊന്നും പോകണ്ട, നമുക്ക് ഫൈൻഡ് ഇക്വേഷനെ അറിയേണ്ടുള്ളൂ നമ്മുടെ ഒബ്ജക്റ്റീവ് എക്സാമിന്. അഥവാ രണ്ട് റേറ്റും രണ്ട് കോൺസെൻട്രേഷനും തന്നിട്ട് ഏത് ഓർഡർ റിയാക്ഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോഗ് ഓഫ് R1 by R2 ഡിവൈഡ് ബൈ ലോഗ് ഓഫ് C1 by C2 കണ്ടാൽ മതി. ഓക്കെ, ഇതാണ് ഡിഫറൻഷ്യൽ മെത്തേഡ് ഫോർ ഡിറ്റർമിനിങ് ദി ഓർഡർ ഓഫ് ദി റിയാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹാഫ് ലൈഫ് മെത്തേഡ് ആണ്. ഹാഫ് ലൈഫ് മെത്തേഡ്. ഓക്കെ, അപ്പൊ ഓർഡർ കണ്ടുപിടിക്കാനുള്ള നെക്സ്റ്റ് മെത്തേഡ് ആണ് ഹാഫ് ലൈഫ് മെത്തേഡ് എന്ന് പറയുന്നത്. ഹാഫ് ലൈഫ് മെത്തേഡിൽ എന്താ പറയുന്നത് പറഞ്ഞാല് ടി ഹാഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു 1 by A0 raised to n-1 ആണെന്നാണ് പറയുന്നത്. ഹാഫ് ലൈഫ് മെത്തേഡിലൂടെ കണ്ടുപിടിക്കപ്പെട്ട ഇക്വേഷൻ ആണ് ടി ഹാഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു 1 by A0 raised to n-1. അപ്പൊ ഇതിൽ n ഉണ്ട്. അപ്പൊ നമുക്ക് ഏത് ഓർഡർ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഓക്കെ, അതായത് ഇപ്പൊ 0 ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ നമ്മളിപ്പോ n-ന് പകരം 0 കൊടുക്കുക. അപ്പൊ ടി ഹാഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു 1 by A0 raised to 0-1, അതായത് A0 raised to -1. അപ്പൊ എന്താവും? ടി ഹാഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A0 എന്ന് തന്നെ വരൂലേ? ഓക്കെ, അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷന് ടി ഹാഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അത് ഏത് ഓർഡർ റിയാക്ഷൻ്റെതാണ്? 0 ഓർഡർ റിയാക്ഷൻ്റെതാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ 0 ഓർഡർ റിയാക്ഷന്റെ ടി ഹാഫ് എങ്ങനെയാണ് നമ്മൾ പഠിച്ചത്? ടി ഹാഫ് ഈസ് ഈക്വൽ ടു A0 by 2k ഇങ്ങനെയല്ലേ പഠിച്ചേ? അപ്പൊ ടി ഹാഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു A0 ആണ് എന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് നമ്മൾ പറഞ്ഞത് ഏത് ഓർഡർ റിയാക്ഷൻ ആണ് നമുക്ക് ഹാഫ് ലൈഫ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ടി ഹാഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 by A0 raised to n-1 ആയിരിക്കും. അപ്പൊ ഇനി 1 ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിലോ 1-1, അതായത് ഫസ്റ്റ് ഓർഡർ ആണെങ്കിലോ 1-1 എന്ന് പറയുന്നത് 0, അതായത് ടി ഹാഫ് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1 കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ടി ഹാഫ് ഡിപ്പെൻഡ് ചെയ്യില്ല. ഫസ്റ്റ് ഓർഡറിന്റെ കേസിൽ കറക്റ്റ് അല്ലേ? ഫസ്റ്റ് ഓർഡറിന്റെ കേസിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷനെ ടി ഹാഫ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ ഞാനിപ്പോ കുറെ ഇക്വേഷൻസ് പറഞ്ഞിട്ടുണ്ട്, കുറെ ഗ്രാഫ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, കൺഫ്യൂഷൻസ് ആവാതെ നിങ്ങൾ പഠിച്ചു വെക്കുക. അത് നിങ്ങൾ എങ്ങനെയാ പഠിച്ചു വെക്കേണ്ടത്? കാരണം ഇതിപ്പം ക്ലിയർ ആയില്ലേ? അതായത് ഓർഡർ ആണ്, അത് 3 മെത്തേഡ് ആണ് പറഞ്ഞത് ഓർഡർ കാണാനുള്ള. ഒന്ന് നമ്മൾ ഗ്രാഫിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമത്തത് ഡിഫറൻഷ്യൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 2 ഇക്വേഷന്റെ റേറ്റും അതിന്റെ കോൺസെൻട്രേഷനും തന്നാൽ ഓർഡർ ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഹാഫ് ലൈഫ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ടി ഹാഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു A0 raised to n-1 ആണ്. ഓക്കെ, അതിൽ n എന്ന് പറഞ്ഞാൽ ഓർഡർ ആണ്. 0, 1, 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് കിട്ടും. അത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ, ഇൻവേഴ്സ്ലി റിലേഷൻ ആണോ, പ്രൊപ്പോർഷണൽ ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പൊ ഞാനിത് ഇങ്ങനെ എഴുതുന്നില്ല, വീണ്ടും എഴുതുന്നില്ല. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇങ്ങനെ ആദ്യം 0 ഓർഡറിന് എഴുതുക. 0 ഓർഡറിന് എഴുതിയിട്ട് അതിന്റെ കെന്റെ ഇക്വേഷൻസ്, ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻ, അതിന്റെ 3 ഗ്രാഫ് ഇങ്ങനെ ഒരു കോളത്തിൽ വരച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് ഓർഡറിന്റെ, സെക്കൻഡ് ഓർഡറിന്റെ, തേർഡ് ഓർഡറിന്റെ വരക്കാം. ഓക്കെ, എന്നിട്ട് കെ വാല്യൂ, കെന്റെ ഇക്വേഷൻ എക്സ്പ്രഷൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നിച്ചിട്ട് അത് കമ്പയർ ചെയ്യുക. എന്നിട്ട് ഹാഫ് ലൈഫ് അതുപോലെ ഗ്രാഫ്, അത് എല്ലാം വരച്ചിട്ട് ഒന്നിച്ചൊരു കോളം പോലെ ആക്കിയിട്ട് അതെന്ത് ചെയ്യുക, നിങ്ങൾ ഒന്ന് എഴുതി വെക്കുക. അതായത് നമുക്ക് പെട്ടെന്ന് ഇക്വേഷൻ കാണുമ്പോൾ അത് ഏത് ഓർഡർ ആണെന്ന് പെട്ടെന്ന് മനസ്സിലാവുന്ന അത്രയും സ്പീഡിലേക്ക് നമ്മൾ എത്തണം. ഓക്കെ, പെട്ടെന്ന് ഞാൻ പറയുന്നത് 1 by KA ഏതിന്റെ ഹാഫ് ലൈഫ് ആണ്. അപ്പൊ അത് നമ്മൾ അവിടെ ചിന്തിക്കാൻ പാടില്ല. എന്താണ് സെക്കൻഡ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് ആണല്ലേ 1 by KA എന്ന് പറയുന്നത്. അപ്പൊ അത്രയും സ്പീഡിൽ നമ്മുടെ അടുത്തേക്ക് അത് വരണം. അപ്പൊ ഏതിന്റെ ഹാഫ് ലൈഫ് ആണ് 1 by KA, ഏതിന്റെ ഹാഫ് ലൈഫ് ആണ് 3/2 KA². അത് നമ്മുടെ മൈൻഡിലേക്ക് അത്രയും സ്പീഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഡെറിവേഷൻസ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ എക്സാം ഹാളിൽ പോയാൽ എന്തെങ്കിലും ആയിട്ട് കൺഫ്യൂഷൻസ് വരും. ഓക്കെ, അപ്പൊ ആ ഒരു കൺഫ്യൂഷന്റെ പേര് നമ്മൾ ആ ഡെറിവേഷൻസ് മുഴുവൻ എഴുതിയിട്ട് ഫൈനൽ ഇക്വേഷനിലേക്ക് എത്തേണ്ടി വരും. എന്നിട്ട് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യേണ്ട വരും, പ്രോബ്ലംസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത്രയും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യുക, ഒരു കുഞ്ഞു പേപ്പർ എടുക്കുക. അതിൽ ഈ 0 ഓർഡർ, ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ ഒന്നിച്ച് എഴുതുക. അതിന്റെ റേറ്റ് കോൺസ്റ്റന്റ്, ഹാഫ് ലൈഫിന്റെ ഇക്വേഷൻസ്, 3 ഗ്രാഫ്, അത് ഒന്നിച്ച് എഴുതിയിട്ട് ഒരു ഇക്വേഷൻസ് ഒന്ന് കമ്പയർ ചെയ്തിട്ട് മൈൻഡിൽ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ, ഇതിന് എങ്ങനെയൊക്കെ പ്രോബ്ലംസ് വരാന്നൊക്കെ ഉള്ളത് നമുക്ക് കുറച്ചും കൂടി തിയറി പോർഷൻസ് എടുത്തു കഴിഞ്ഞിട്ട് ഒരു ക്ലാസ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒന്നിച്ച് ഡിസ്കസ് ചെയ്യാം.